അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് കേസ് ഉണ്ടാ? യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അടുത്ത കേസായി. ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത കേസ് വരും. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ. എന്താ ഞാൻ കേൾക്കുന്നത്? നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം. നീ എന്താന്ന് പറയുന്നത് എനിക്ക് വല്ല ബോധമുണ്ടാ? നീ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടില്ല. നീ ആജീവനാന്ത ജയിലിൽ കിടക്കേണ്ടി വരും. ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, ഈ കാര്യത്തിൽ ലോകത്താരെയും എനിക്ക് പേടിയില്ല. പേടിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ്. ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. എന്നിട്ട് പിന്നെ അങ്ങനെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ഇപ്പോൾ തൊപ്പിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമനിയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുഖത്ത് ഞെട്ടലാണെങ്കിലും ഉള്ളിൽ നല്ല സന്തോഷം ഞങ്ങൾക്കറിയാം. അത് കാണിച്ചോ. ഇപ്പൊ നമ്മളൊക്കെ ഒരു ടീമാ. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. പോക്സോ കേസുകൾ, നർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പി എന്ന നിഹാദിനെതിരെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. അയ്യോ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. പല സ്ത്രീകളെയും ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ തൊപ്പി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് തൊപ്പിയുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ. പേടിപ്പിക്കലേ കേട്ടാ. മൊത്തം കുഴപ്പമാണല്ലോടാ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടാ. ഞാൻ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ? എൻജോയ്. കേസായി ഞാൻ കൊടുക്കില്ലേ? ചായ കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. വല്ലതും ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ 2 ദിവസം കൊണ്ട് കഴിച്ചാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറയും. മടുത്ത ജീവിതം, ഒരു സമാധാനവും. ഞാൻ പോകും. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ?